Frequency reuse means reusing the same frequency in non-adjacent cells. Adjacent cells-ൽ വരുന്നത് frequency reuse അല്ല, സെയിം ഫ്രീക്വൻസി ഉപയോഗിക്കുക നോൺ അഡ്ജസൻറ്റ് സെൽസിലായിരിക്കും. ഫ്രീക്വൻസി റിയൂസിൻ്റെ മെയിൻ പർപ്പസ് ഇൻക്രീസ് സിസ്റ്റം കപ്പാസിറ്റി അല്ലെങ്കിൽ സ്പെക്ട്രൽ എഫിഷ്യൻസി, ബാൻഡ്വിഡ്ത്ത് എഫിഷ്യൻസി. ദ ഏരിയ കവേർഡ് ബൈ എ ബേസ് സ്റ്റേഷൻ സെൽ, എ ഗ്രൂപ്പ് ഓഫ് സെൽസ് യൂസിങ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. ക്ലസ്റ്ററിൽ വരുന്ന ഓരോ സെല്ലുകളും ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ആയിരിക്കും ഉപയോഗിക്കുക. നമ്പർ ഓഫ് സെൽസ് ഇൻ എ ക്ലസ്റ്ററിനെയാണ് ക്ലസ്റ്റർ സൈസ് n എന്ന് പറയുന്നത്. ക്ലസ്റ്റർ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ, നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഉപയോഗിക്കുന്ന സെല്ലുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഹയർ കപ്പാസിറ്റി ആയിരിക്കും. നമ്പർ ഓഫ് സെൽസ് കുറയുമ്പോൾ സെയിം ഫ്രീക്വൻസി തന്നെ വീണ്ടും ഉപയോഗിക്കും. സോ ഹയർ കപ്പാസിറ്റി ആയിരിക്കും. സ്മോളർ ക്ലസ്റ്റർ സൈസ് ലീഡ്സ് ടു ഹയർ കപ്പാസിറ്റി. ഇനി അത് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ക്ലസ്റ്റർ സൈസ് ഇൻക്രീസ് ചെയ്താലോ, ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയ ഫ്രീക്വൻസീസ് ഒരുപാടുണ്ടാവും. അപ്പോൾ സിസ്റ്റം കപ്പാസിറ്റി കുറയും. അതോടൊപ്പം ക്ലസ്റ്റർ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻ്റർഫറൻസും കുറയും. സോ ബോത്ത് എ ആൻഡ് ബി. Frequency reuse is applied in cellular mobile communication. The ratio of distance between cell centers to cell radius is called. അതാണ് reuse ratio. Frequency reuse ratio Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D/R ആണ്. D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോ-ചാനൽ സെൽസ്, R സെല്ലിൻ്റെ റേഡിയസ്. മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട് Qക്ക്. ഫ്രീക്വൻസി റിയൂസ് റേഷ്യോ Q = √3 n എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ സൈസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൽ സെൻറ്റേഴ്സ് ടു സെൽ റേഡിയസ് ഈസ് കോൾഡ് ഫ്രീക്വൻസി റിയൂസ് റേഷ്യോ. ദ റിയൂസ് റേഷ്യോ Q ഈസ് Q = √3 × n. When the cluster size increases the reuse ratio, cluster size increase ചെയ്യുക. n ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ Q എന്തായിരിക്കും? n ഇൻക്രീസ് ചെയ്യുമ്പോൾ Q ഓൾസോ ഇൻക്രീസസ്. ഫ്രീക്വൻസി റിയൂസ് ഇംപ്രൂവ്സ് ബാൻഡ്വിഡ്ത്ത് എഫിഷ്യൻസി അല്ലെങ്കിൽ സ്പെക്ട്രൽ എഫിഷ്യൻസി. ഇൻ്റർഫറൻസ് ബിറ്റ്വീൻ സെൽസ് യൂസിങ് ദ സെയിം ഫ്രീക്വൻസി ഉപയോഗിക്കുന്ന സെല്ലിനെയാണ് കോ ചാനൽ എന്ന് പറയാം. അവ തമ്മിലുള്ള ഇൻ്റർഫറൻസ് ആണ് കോ ചാനൽ ഇൻ്റർഫറൻസ് ഇൻക്രീസസ് വെൻ. എപ്പോഴാണ് ഇൻ്റർഫറൻസ് ഇൻക്രീസ് ചെയ്യുക? സെല്ലിൻ്റെ ക്ലസ്റ്റർ സൈസ് ചെറുതാവുമ്പോൾ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോ ചാനൽ ഡിക്രീസ് ചെയ്യുമ്പോൾ കോ ചാനൽ ഇൻ്റർഫറൻസ് ഇൻക്രീസസ്. ദ മെയിൻ ഫാക്ടർ ലിമിറ്റിംഗ് ഫ്രീക്വൻസി റിയൂസ്. ഫ്രീക്വൻസി റിയൂസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? കോ ചാനൽ ഇൻ്റർഫറൻസ്. ഫ്രീക്വൻസി റിയൂസ് അലൗസ് സെല്ലുലാർ സിസ്റ്റം ടു യൂസ് സ്പെക്ട്രം മോർ എഫിഷ്യൻ്റ്ലി. The shape of cell commonly used in frequency reuse analysis is hexagonal shape ആയിരിക്കും സെല്ലിന്. എന്തുകൊണ്ടാണ് hexagonal shape? It gives maximum area and coverage without overlap. Reducing cell size, cell splitting. ഓക്കെ, സെല്ലിൻ്റെ സൈസ് കുറയ്ക്കുക, അല്ലെങ്കിൽ അതിനാണ് സെൽ സ്പ്ലിറ്റിംഗ്. ഇൻക്രീസസ് സിസ്റ്റം കപ്പാസിറ്റി. ഫ്രീക്വൻസി റിയൂസ് ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ. ഫ്രീക്വൻസി റിയൂസ് എന്തിനൊക്കെയാണ് ചെയ്യുന്നത്? ഫ്രീക്വൻസി റിയൂസ് റേഷ്യോയിൽ നമുക്കറിയാം D/R, ക്ലസ്റ്റർ സൈസ് ആൻഡ് സെൽ ലേ ഔട്ട്. ഓക്കെ, ദ റിയൂസ് ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ്, റിയൂസ് ഫാക്ടർ ആണ് നേരത്തെ പറഞ്ഞ റിയൂസ് റേഷ്യോ ആയിരുന്നു, ഇത് റിയൂസ് ഫാക്ടർ ആണ്. റിയൂസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/n ആണ്. ഓക്കെ, അപ്പം n നമ്പർ ഓഫ് സെൽസ് ഉണ്ടെങ്കിൽ ഓരോ സെല്ലിനും വരുന്ന ഫ്രീക്വൻസി 1/n ആയിരിക്കും. n നമ്പർ ഓഫ് സെൽസ് ഉണ്ട്, അപ്പോൾ ഓരോ സെല്ലിനും ഒരേപോലെ ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്യണമെങ്കിൽ 1/n ആയിരിക്കും. അതാണ് റിയൂസ് ഫാക്ടർ. സോ ദ റിയൂസ് ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് 1/n. ഇൻ എ ക്ലസ്റ്റർ സൈസ് സെൽ ഓഫ് 7 സെൽ, അപ്പോൾ റിയൂസ് ഫാക്ടർ എത്രയായിരിക്കും? 1/7. ദ റിയൂസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോ ചാനൽ സെൽ ഇൻക്രീസസ്. എന്തായിരിക്കും? റിയൂസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ സൈസ് n increases. Okay, if cluster size is 4, then reuse ratio √3 × n, 3 × 4, that is √12. The main trade-off between frequency reuse planning is between capacity and coverage. ഓക്കെ, ഫ്രീക്വൻസി റിയൂസ് പ്ലാനിങ്ങിൽ ഏതാണ് വരുന്നത്? അതിൻ്റെ കപ്പാസിറ്റിയും അതിൻ്റെ കവറേജുമാണ് മെയിൻ ട്രേഡ് ഓഫ്. കപ്പാസിറ്റി കൂടുമ്പോൾ കവറേജ് കുറയും. ഓക്കെ.